ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ചിഞ്ചു. ഇന്ന് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ചതുരപ്പയർ തോരൻ റെസിപ്പിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. എഗ്ഗും തേങ്ങ ചിരകിയതൊക്കെ ഇട്ടിട്ടുള്ള ഒരു അടിപൊളിയായിട്ട്. ചതുരപ്പയർ, ഇറച്ചിപ്പയർ, വിങ്ഡ് ബീൻസ് എന്നൊക്കെ ഇതിനെ പറയും. ഞാൻ തന്നെ കഴിഞ്ഞ ആഴ്ച ആദ്യമായിട്ട് ഇത് കാണുന്നത്. ഇതിൻ്റെ പേര് പോലും ഞാൻ മുൻപ് കേട്ടിട്ടില്ല. ഇപ്പോൾ സെക്കൻഡ് ടൈമാണ് വീട്ടിലുണ്ടാക്കുന്നത്. ഫസ്റ്റ് ടൈം കഴിച്ചപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. ഇനി ഇതിൻ്റെ രണ്ട് സൈഡൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. പിന്നെ നമ്മൾ വെണ്ടയ്ക്കൊക്കെ അരിയുന്ന പോലെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുക. അപ്പോൾ നല്ലൊരു സ്റ്റാർ ഷേപ്പിലായിരിക്കും കിട്ടുക. അതാ ഇതുപോലെ. എനിക്ക് വയ്യാണ്ടിരിക്കുന്ന ടൈമിൽ ഫസ്റ്റ് ടൈം എൻ്റെ ആൻറ്റി അതൊക്കെ എനിക്ക് കൊണ്ടുതരുന്നത്. നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഐറ്റമാണ്, കഴിച്ചു നോക്കുമെന്ന് പറഞ്ഞിട്ട്. അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടായതായിരുന്നു. ഇനി ഇതിന് എന്തൊക്കെ ഐറ്റംസാണ് വേണ്ടതെന്ന് നോക്കിയാലോ. ഞങ്ങളിവിടെ 2 പേർക്ക് കഴിക്കാനുള്ളതാണ് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത്. ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഒരു 2 പച്ചമുളക്, പിന്നെ ഉള്ളത് വേപ്പില എനിക്ക് കഴിക്കാൻ മടിയായതുകൊണ്ട് ചെറുതായിട്ട് അരിഞ്ഞിടുന്നത്. പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെടുത്ത് കളയില്ല. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം തേങ്ങ രണ്ടിയത്. പിന്നെ പാൻ വയ്ക്കുക. പാനൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ കടുക് വറ. പിന്നെ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം എടുത്തിടുക. സവോള, പച്ചമുളക്, വേപ്പില, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എല്ലാം കടുക് ഇത് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്തേക്ക് എടുത്തിടുക. ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിനകത്തേക്ക് തേങ്ങ ചിരണ്ടിയത് ഇട്ട് കൊടുക്കുക. ഞാൻ ഫ്രീസറിൽ വെച്ച തേങ്ങ എടുത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കട്ടിക്ക് ഇരിക്കുന്നത്. അതൊന്ന് ഉടച്ച് കൊടുക്കണം. നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചിരണ്ടിയത് എടുക്കണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇനി ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി ഇടുക. മുളക് പൊടി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇനി ഒരു മുട്ട അടിച്ച് വെച്ചേക്കണത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊരു എക്സ്ട്രാ ടേസ്റ്റ് കേട്ടോ. നിങ്ങൾക്ക് മുട്ട ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റെപ്പ് ഒഴിവാക്കാവുന്നതാണ്. പിന്നെ ഇനി നന്നായിട്ട് ഇതൊന്ന് വെന്ത് വരണം. ഇനി മുട്ടയൊന്നും ആയിക്കഴിയുമ്പോൾ നമ്മുടെ ചതുരപ്പയർ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതുവരെ നമ്മൾ ഇതിനകത്തേക്ക് ഉപ്പ് ഇട്ടിട്ടില്ല, ഇപ്പോഴാണ് ഇടാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യണം. ഈ വെള്ളമൊന്നും ഇതിനകത്ത് ഒഴിക്കേണ്ട ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി ഇതൊന്ന് അതേപോലെ ഒന്ന് അമർത്തി വെച്ചിട്ട് അടച്ച് വെച്ച് കൊടുക്കണം. അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ തുറക്കാവും. 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. പിന്നെ ഒരു 5 മിനിറ്റും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഈ പരുവത്തിലായിരിക്കും. പിന്നെ നമുക്ക് അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അതിരുന്ന് തന്നെത്താനെ വെന്തോളും. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മുടെ ചതുരത്തോരൻ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ആ മുട്ടയും തേങ്ങയൊക്കെ കൂടെ വന്നു കഴിയുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.